ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഡോക്ടർ മീനാക്ഷിയെ പരിശോധിച്ചിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താണ് പ്രശ്നമെന്ന്. ഡോക്ടർ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഇതാരാണെന്ന് ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എന്റെ മോളാണെന്ന്. എന്റെ മോൾക്ക് എന്താണ് പറ്റിയത്, അതോ സ്കൂളിൽ നിന്നുള്ള ചെക്കപ്പ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു. എപ്പോഴുമുള്ള റുട്ടീൻ ചെക്കപ്പ് ആണോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്നും പോകുന്നു. ശ്യാമ പോയി കഴിഞ്ഞിട്ട് ശങ്കർജി ഡോക്ടറിനോട് പറയുന്നുണ്ട് ഇത് പുതുതായിട്ട് വന്ന അഡ്മിഷൻ ആണ്. ഈ കുട്ടിയോടാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. ഈ കുട്ടിയെ രക്ഷിച്ചതും അവരാണ്. അന്നേരം തൊട്ട് ഈ കുട്ടിയോട് സ്നേഹമാണെന്നൊക്കെ പറയുന്നു. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ശങ്കർജിയുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പക്ഷെ അവരോടും കുട്ടിയുടെ അസുഖത്തെ കുറിച്ചൊക്കെ പറയുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ പറയുന്നു. ശങ്കർജി അപ്പോൾ പറയുന്നുണ്ട് ഏഞ്ചലിനോട് അത് പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ. ശങ്കർജിയോട് ഊർമിള ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ ഇത് പ്രശ്നമാകത്തില്ല എന്ന്. ഏഞ്ചലും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം വളർന്നാൽ പ്രശ്നമാകില്ല എന്നൊക്കെ ചോദിക്കുന്നു. ശങ്കർജി അപ്പോൾ അതൊന്നും പ്രശ്നമല്ലെന്നൊക്കെ പറയുന്നു. ശ്യാമ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മീനാക്ഷിയെ കെയർ ചെയ്യുന്നു. തുടർന്ന് കാണിക്കുന്നത് രാധികയാണ്. രാധിക ശ്യാമയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാധികയെ സഹായിക്കുന്ന ചേച്ചി അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാനില്ലല്ലോ മോളെ എന്നൊക്കെ. നേരത്തെ പൊടികളൊക്കെ പൊടിക്കുന്ന ഒരു മില്ലിലായിരുന്നു ജോലി, പക്ഷെ അവിടെ പോകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് അതിനെ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ ജോലി ഇല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ വീണ്ടും പോയി ചോദിക്കാമെന്നൊക്കെ പറയുന്നു. ഇവിടെ നിന്ന് മോളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കിട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷമായിരുന്നു എന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ കുറച്ച് പൈസ ചേച്ചിക്ക് കൊടുക്കുകയാണ്. ചേച്ചി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. രാധിക സമ്മതിക്കുന്നില്ല. രാധിക കൊടുത്തിട്ട് പറയുന്നുണ്ട് തൽക്കാലം ഇത് വെച്ചോളാന്ന്, ഒരാഴ്ച കൂടി നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു. ആ ചേച്ചി പോയതിനു ശേഷം രാധിക ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്ത് വരുൺ വന്ന് രാധികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. താൻ കരയണ്ട, എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് അടുത്ത ദിവസം രാധിക വെളിയിൽ വെച്ച് ഒരു ചേച്ചിയെ കാണുന്നുണ്ട്. ആ ചേച്ചിയോട് ഊണിന്റെ കാര്യം പറയാണ്. ആ ചേച്ചി പറയുന്നുണ്ട് മോളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്ന 2 ഊണിന്റെ കാര്യത്തിലെ വീട്ടിൽ പ്രശ്നമാണ്, അതുകൂടെ ഞാൻ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണെന്നൊക്കെ പറയുന്നു. രാധിക ആ ചേച്ചിയോട് പറയുന്നുണ്ട് വേറെ ആർക്കെങ്കിലും ഊണ് വേണോ എന്നൊക്കെ ചോദിക്കാനെന്ന്. ആ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട് എനിക്കതിനെ കുറിച്ചൊന്നും ആരോടും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാലേ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. എല്ലാരും ഇങ്ങനെ കൈയൊഴിയുന്നത് കണ്ടിട്ട് രാധികയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാധിക മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നതാണ്. അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. ആ അമ്മ എല്ലാവരോടുമായിട്ട് പരാതി പറയാണ്. മക്കൾ ഉപേക്ഷിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. അവൻ ഇവിടെ ആക്കിയിട്ട് ലണ്ടനിൽ പോയി. അവനാണെങ്കിൽ ഒന്നും നോക്കത്തുമില്ല, പൈസയും തരത്തുമില്ല. ഇപ്പൊ ഉള്ളതെല്ലാം എടുത്തിട്ട് വഴിയിലാക്കിയിട്ട് പോയെന്നൊക്കെ പറയുന്നു. മരിക്കാൻ കൂടെ പേടിയാണ്, അവന് നാണക്കേടാകില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. രാധിക അപ്പോൾ പറയുന്നുണ്ട് അമ്മയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു എന്നൊക്കെ. ആ സമയത്ത് രാധികയുടെ കൂടെയുള്ള ചേച്ചി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ മോള് കൊണ്ടുപോയാൽ പ്രശ്നമാകും, പിന്നെ അവരുടെ മകൻ തന്നെ മോളോട് വഴക്കിന് വരും, അതൊന്നും വേണ്ട, പോലീസിനെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയാണ്. തുടർന്ന് കാണിക്കുന്നത് ശങ്കർജി ഊർമിളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മീനാക്ഷി മോളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകണം, ആ മോളോട് റെഡിയാകാൻ പറയാനെന്നൊക്കെ പറയുന്നു. ഊർമിള എവിടുത്തെ കാര്യങ്ങൾ നോക്കാനെന്ന് പറയാണ്. ഊർമിള പോയി മീനാക്ഷിയോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകാനെന്ന്. കൂടെ ശ്യാമയും ഉണ്ടായിരുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട്, എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുമ്പോൾ ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഊർമിള അപ്പോൾ പറയുന്നുണ്ട് ഏഞ്ചൽ ഇവിടെ ഇരുന്നാൽ മതിയെന്ന്. ആ സമയത്ത് ശങ്കർജിയും അവിടേക്ക് വരുന്നുണ്ട്. ശങ്കർജിയും ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലേ, അപ്പൊ ഞാനും വരണ്ടേ എന്നൊക്കെ. അവസാനം ശങ്കർജിയും പെർമിഷൻ കൊടുക്കുകയാണ്, ശ്യാമയോടും വരാനെന്ന് പറയുന്നു. ഊർമിള ശങ്കർജിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയാൽ പ്രശ്നമാകില്ല എന്നൊക്കെ. ശങ്കർജി അപ്പോൾ പറയുന്നുണ്ട് അവർ പരസ്പരം സഹായമായിട്ടിരിക്കട്ടെ, അതൊന്നും കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് രാധിക ആ അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതാണ്. ഡോക്ടർ അമ്മയോട് പറയുന്നുണ്ട് ആഹാരം കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണ്, ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശരിയാകുമെന്നൊക്കെ പറയുന്നു.
ഡോക്ടർ വെളിയിലേക്ക് പോകുമ്പോൾ രാധിക അമ്മയുടെ അടുത്ത് നിന്ന് മാറി വന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഡോക്ടർ അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആഹാരം കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണെന്ന് പറയുന്നു. ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയും ആ അമ്മയെ എങ്ങോട്ടാണ് കൂട്ടിയിട്ട് പോവുക, അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുക അല്ലാതെ വേറെ വഴിയില്ലെന്ന് പറയുന്നു. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ. എന്തായാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നു. രാധിക അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവനോടിരിക്കുന്നതെന്നൊക്കെ. രാധിക അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ ജീവിതത്തിൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു. രാധിക ഓറഞ്ച് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. രാധിക വെളിയിലേക്ക് വരുമ്പോൾ ആ സമയത്ത് അവിടേക്ക് ശങ്കർജിയും ശ്യാമയും എല്ലാം വരുന്നുണ്ട്. ശങ്കർജി കാറിൽ നിന്ന് ഇറങ്ങുന്നു, തൊട്ടു പിറകെ ശ്യാമയും ആ കുട്ടിയും ഇറങ്ങുന്നുണ്ട്. രാധിക അവരെ പാസ് ചെയ്തു പോകുന്നുണ്ടെങ്കിലും കാണുന്നില്ല. മീനാക്ഷിയും ശ്യാമയും മുന്നോട്ട് നടക്കുന്ന സമയത്ത് മീനാക്ഷി കാലിൽ തട്ടി താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. ശ്യാമ അപ്പോൾ പിടിക്കുന്നു. സൗണ്ട് കേട്ടിട്ട് രാധിക ആ സൈഡിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ശ്യാമ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് രാധികയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്